ഹായ്, വെൽക്കം ടു അമ്മൂസ് എമ്മി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് പനീർ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ പനീർ ഫ്രൈഡ് റൈസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ പനീർ ഫ്രൈഡ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ 1.5 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബാസ്മതി റൈസ് നമ്മളിങ്ങനെ വല്ലാതെ കുഴഞ്ഞ് പോകരുത്. നമ്മളിങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ പൊട്ടണ രീതിക്ക് വേണം നമ്മൾ വേവിക്കാനായിട്ട്. 1 കപ്പ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കാണ്, ഗ്രീൻ പീസ്, ആവശ്യത്തിന് മുളക് പൊടിയും വേണം, കുരുമുളകിൻ്റെ പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഇനി അതിലേക്ക് ഒഴിക്കാൻ പോകുന്ന സോസുകൾ പറയാം. സോയാ സോസും വേണം, ചില്ലി സോസ് വേണം, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും വേണം. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് പനീറിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ്, അതും ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പാണ്. 1 ടീസ്പൂൺ സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഞാൻ ചില്ലി സോസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു നുള്ള് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പനീർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പനീറെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തത് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ്ട, അതല്ലാത്ത എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ പനീറൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പനീറെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുറച്ച് കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടോ ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ ലെഡ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് 2 മിനിറ്റ് വെച്ചിട്ട് ഇനി നമുക്ക് ഈ പനീർ ഇതിന്ന് മാറ്റാം. ഇപ്പോൾ ഈ പനീറെല്ലാം ഞാനൊന്ന് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാണ്. ഇപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ച പട്ടാണിയും ചേർത്ത് കൊടുക്കാം. ഇതിനടുത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കും ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് ഇതും ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഓൾറെഡി റെഡി ആയതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അധികം പ്രോസസ്സൊന്നുമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് എടുത്ത് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചോറ് ഇടുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്തെടുക്കണം. എന്നിട്ട് മതി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എടുത്ത് വെച്ച സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമി കിച്ചൻ.